just say this before you pray, okay? Allahu la ilaha illa huwa al-hayyul qayyum. Say this before you play, okay? തൊപ്പിബന്ധിനാണ് നെയ്മറിനെ ആയത്തിൽ കുറിച്ച് ഓതി കൊടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ തൊപ്പി അയച്ചു കൊടുത്താലും ആരയച്ചു കൊടുത്താലും ആയത്തിൽ കുറിച്ച് ഭയങ്കര പവറാണ് മക്കളെ. അത് ചുമ്മാ പറയുകയല്ല. ഒട്ടനവധി ഹദീസുകളിൽ അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചും പവിത്രതകളെ കുറിച്ചും പ്രവാചകനും സ്വഹാബത്തും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാവിധ ജീവിത കളി തമാശകൾക്കും നമുക്ക് സമയമുണ്ട്. എത്ര സിമ്പിളുള്ള ആയത്തെ കുറിച്ച് 2-3 ആയത്ത് ആ സൂറത്ത് ബക്കറയുടെ അവസാനം കണ്ട 2-3 ആയത്ത് കൂടിയാൽ മക്കളെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് പ്രവാചകനും സ്വഹാബത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഫുള്ളും പറയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതി പുറത്തു പോയാൽ അവന് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അവരുടെ എല്ലാ വശത്തും അവർക്ക് കാവലും സംരക്ഷണവും പ്രൊട്ടക്ഷനും ഹിഫ്ളും എല്ലാം നൽകാൻ വേണ്ടി 70,000 മലക്കുകൾ പടച്ചിറപ്പുകൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം നിയോഗിക്കും. ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പലരും തിരിച്ചു വരുന്നില്ല. റോഡിൽ ആക്സിഡൻ്റ് ആയിട്ടും പല രീതിയിൽ പല മരണങ്ങളും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമയത്തിൽ ആയത്തിൽ കുറിച്ച് ഇതൊക്കെ വിശ്വാസം ഉള്ളവരോടാണ് പറയുന്നത്. ഓതിന്ന് പുറത്തു പോയാൽ 70,000 മലക്കുകൾ അവൻ്റെ എല്ലാ വശത്തും അവന് ഒരു പ്രൊട്ടക്ഷൻ നൽകുമെന്ന് ഹദീസുകളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത എന്നുള്ളത്, ഒരാളെ വീടിനകത്തേക്ക് കയറുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതി വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം പട്ടിണിയുടെ ഒരംശം പോലും ആ വീട്ടിൽ ഉണ്ടാവുകയില്ലെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത എന്നുള്ളത്, ഒരാൾ വുളൂ ചെയ്തതിന് ശേഷം ദൈനംദിന ജീവിതത്തിൽ ആയത്തുൽ കുർസി പതിവാക്കുകയാണെങ്കിൽ പടച്ച റബ്ബിന്റെ സന്നിധിയിൽ 70 മടങ്ങിലധികം അവന്റെ പൊസിഷൻ, അവന്റെ ദറജ, അവന്റെ ഗ്രേഡ്, അവന്റെ സ്ഥാനം പടച്ച റബ്ബ് ഉയർത്തപ്പെടും. ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓതി ഉറങ്ങിയാൽ അന്നത്തെ ഒരു രാത്രി അവന്റെ ജസദ്, അവന്റെ ശരീരത്തെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പടച്ച റബ്ബ് ഒരു മലക്കിനെ നിയോഗിക്കും. എത്ര പേരുണ്ട് രാത്രി ഉറങ്ങുന്നു, പല രീതിയിൽ മരണപ്പെടുന്നു. അവന്റെ എല്ലാവിധ സംരക്ഷണത്തിനും അവന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും വേണ്ടി രാത്രി ഒരു മലക്കിനെ സെപ്പറേറ്റ് പടച്ച റബ്ബ് നിയോഗിക്കപ്പെടും. അതുപോലെ തന്നെ ഒരാൾ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അവൻക്കും സ്വർഗത്തിനും ഇടയിൽ തടസ്സമായിട്ടുണ്ടാവുക മരണം എന്നൊരു കടമ്പ മാത്രമായിരിക്കും. അതായത് അവന്റെ സർട്ടിഫിക്കറ്റ്, ഹെവൻ, സ്വർഗത്തിലേക്കുള്ള ജന്നത്തിലേക്കുള്ള അവന്റെ സർട്ടിഫിക്കറ്റ് പടച്ച റബ്ബ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അവൻ മരിച്ചോ നേരെ പോണത് സ്വർഗത്തിൽ കാണുകയെന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ലെങ്കിൽ, ഒരു ആയത്തിൽ കുറിച്ച് പോലും ജീവിതത്തിൽ ഓതാൻ സമയമില്ലെങ്കിൽ വീഡിയോ ആക്കിയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ കാരണം ഈ നന്മ ഒരാളെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ നാളെ മഹ്ശറിൽ എത്തുന്നത് വരെ അതിന്റെ ജാരിയായ സ്വതക്ക നിങ്ങളുടെ ഖബറിലേക്ക്, നിങ്ങളുടെ ജസദിലേക്ക്, നിങ്ങളുടെ വലത് ഗ്രന്ഥത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ഒരു സ്പെഷ്യൽ മാനദണ്ഡം, ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന നിയമമാണ്. ഒരു നന്മ നിങ്ങൾ കാരണം ഒരാൾ ചെയ്താൽ ഇതിന്റെ അതേ പ്രതിഫലം മിസ്ലി സവാബ് എന്ന് പറയപ്പെടും, അത് നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.